والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. അതിനായ ഉസ്താദന്മാരെ, സാദാത്യങ്ങളെ, റേഡിയോ ശ്രോതാക്കളെ, എന്തായിരുന്നാലും അൻസാർ മാസ്റ്ററുടെ ഖുതുബയെ കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ കേട്ടു. എനിക്കൊരു ചെറിയ സംശയമുള്ളത്, ഇപ്പോൾ നമ്മുടെ പള്ളികളിലൊക്കെ നബാത്തി ഖുതുബയാണല്ലോ പിന്നെ പാരായണം ചെയ്യുന്നത്. അതിലെ ഓരോ മാസത്തെ ഓരോ ആഴ്ചയിലെ വ്യത്യസ്തമായ രീതിയിൽ ക്രോഡീകരിച്ചുള്ള ഒരു ഖുതുബയാണ്. ഈ ഖുതുബക്ക് മുമ്പ് ഇതിനു മുമ്പ് പല പണ്ഡിത മഹത്തുക്കളും മറ്റുമൊക്കെ വന്നിട്ടുണ്ടല്ലോ. അവർക്ക് ഏത് രീതിയിലാണ് ഈ ഖുതുബ ഓതിയിരുന്നത്? ഈ പിന്നെ നബാത്തി ഖുതുബ വന്നിട്ട് എത്ര കൊല്ലമായി? അതിനു മുമ്പൊക്കെ ഏത് രീതിയിലായിരുന്നു ഖുതുബ പാരായണം ചെയ്തിരുന്നത്? ഇപ്പോൾ മുജാഹിദീങ്ങൾ പറയാറുണ്ട്, അതാത് കാലഘട്ടത്തേക്കും അതാത് അവസരത്തിന് ഒത്തുള്ള പ്രഭാഷണമായിരിക്കണം ഖുതുബയിലൂടെ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ കാലഘട്ടത്തിൽ ഇതുപോലെ അവസരത്തിനൊത്ത്, അതായത് അതാത് സമയങ്ങളിലുള്ള അവസരത്തിനുള്ള പ്രഭാഷണമായിരുന്നു ഖുതുബയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊന്ന് അൻസാർ മാസ്റ്റർ വിശദീകരിച്ചാൽ, കാരണം അത് പലർക്കും സംശയമുണ്ട്. പല ഗ്രൂപ്പിലുമൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്, പക്ഷെ നമുക്കൊന്നും അതിനൊന്ന് അത്ര മറുപടി പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിനൊന്ന് വ്യക്തമായ ഒരു വിശദീകരണം നൽകിയാൽ വളരെ നല്ലതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഇമാം ഇബ്നു നുബാത്തുൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വളരെ വലിയ ഖതീബായിരുന്നു. ഹിജറ 4-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 5-ാം നൂറ്റാണ്ടിൽ ആണ് മഹാനവറുകൾ കാലഘട്ടമെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോ വളരെ വലിയ ഖതീബായിരുന്നു, നല്ല ഭാഷാശൈലിയും. അങ്ങനെ മഹാനവറുടെ ചരിത്രം ശജറാത്തു ദഹബിലും അതുപോലുള്ള കിതാബിലൊക്കെ കാണാം. മഹാനവറുകൾ ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കുകയും അങ്ങനെ ഖതീബുകളുടെ നേതാവേ എന്നുള്ള രൂപത്തിൽ അഭിസംബോധന ചെയ്യപ്പെടുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ വായിൽ ഉമിനീര് ചേർത്ത് കൊടുക്കുകയും ചെയ്യുകയും അതിനുശേഷം നേരം വെളുത്തപ്പോൾ മുതൽ വായിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശിയിരുന്നു എന്നും അങ്ങനെ അതിനുശേഷം കൂടുതൽ ദിവസങ്ങൾ മഹാനവറുകൾ ജീവിച്ചിട്ടില്ല എന്നും ചരിത്രം കാണാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഖുതുബ അള്ളാഹുവിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത ഖുതുബയാണെന്ന് ആ സംഭവം മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഒരു ആദരവാണ്. നമ്മളെപ്പോലുള്ള ഒരിക്കലും കേൾക്കാത്ത, അഥവാ പലർക്കും അള്ളാഹു പല രൂപത്തിലാണ് ആദരവ് നൽകുക. ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ കാലത്ത് ലോകത്ത് എത്രയോ വലിയ ഇമാമിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. ഷാഫി ഇമാമിനെ പോലെ പ്രസിദ്ധി അവർക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോ അള്ളാഹു അത് നൽകുന്നതാണ് ഓരോരുത്തർക്കും. അള്ളാഹു അവസാന കാലക്കാരിൽ അല്ലെങ്കിൽ അവർക്ക് ശേഷം വരുന്നവരിൽ ഇവരെ ഓർമ്മിക്കലും ഇവരുടെ മഹത്വം പറയലും അള്ളാഹു നൽകുന്ന ഒരു ആദരവാണ്. അങ്ങനെ ഈ ഇബ്നു നുബാത്തുൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഒരു ആദരവാണ്. അത് പിൽക്കാലക്കാരായ പണ്ഡിതന്മാര് എത്രയോ കാലം മുമ്പ് മഹാനവറുകൾ ക്രോഡീകരിച്ച ഖുതുബയെ കൃത്യമായി പിന്തലമുറക്ക് എത്തിയെന്ന് തന്നെ അത്ഭുതമാണ്. ആ കാലഘട്ടത്തിലും അതിനു മുമ്പും അതിനുശേഷവും എത്രയോ ഖതീബന്മാർ ഖുതുബ നടത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഏറ്റവും നമ്മൾ വളരെ ആലോചിക്കേണ്ട ഒരു വിഷയം, ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഖുതുബകൾ ക്രോഡീകൃതമായി നമുക്ക് കൃത്യമായി ലഭ്യമല്ല. അതുപോലെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഖുതുബകൾ കൃത്യമായി ക്രോഡീകൃതമായി ലഭ്യമല്ല. അപ്പൊ ഇത് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഒരു കറാമത്താണ്, മഹത്വമാണ് എന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. ഇനി അതിന്റെ രണ്ടാം വശം,
എന്തുകൊണ്ടാണ് ഈ നുബാത്തി ഖുത്ബ തന്നെ ഓതണമെന്നുണ്ടോ എന്നത് അങ്ങനെ യാതൊരു നിബന്ധനയും ഇസ്ലാമിലില്ല. നുബാത്തി ഖുത്ബ വളരെ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നുബാത്തി ഖുത്ബയുടെ പ്രത്യേകത ഒരു നരകത്തെപ്പറ്റിയും അതുപോലെ തെറ്റുകളുടെ ഗൗരവങ്ങളൊക്കെ പറ്റി പറയുന്ന യഥാർത്ഥത്തിൽ മനുഷ്യനെ സംസ്കരിച്ചെടുക്കാൻ പറ്റുന്ന ആ വിഷയങ്ങൾ കോർത്തിണക്കിയ ഖുത്ബയാണ്. അതുകൊണ്ടാണ് അത് പണ്ഡിതന്മാര് സ്വീകരിച്ചതും അത് ഊതി വരുന്നതും. അല്ലാതെ ശരിക്ക് ഇപ്പോഴത്തെ കാലത്ത് പല പണ്ഡിതന്മാരും അറബി ഭാഷ നല്ല കഴിവുള്ള പണ്ഡിതന്മാര് സ്വന്തത്തിൽ തന്നെ ഖുത്ബ നടത്തുന്നത് വളരെ തന്മയത്വത്തോടുകൂടി ഖുത്ബ നടത്തുന്നതും ജനങ്ങൾക്ക് അതിലേക്ക് മുഴുകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഒരു ആദരവാണ് എന്നുള്ള നിലക്ക് അത് സ്വീകരിക്കുന്നവർക്ക് അതിന്റെ ഒരു ബർക്കത്ത് അള്ളാഹു നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് അതിലൊരു വിഷയം, നുബാത്തി ഖുത്ബയുടെ ഒരു വിഷയം. പക്ഷെ എന്തു തന്നെയായാലും നുബാത്തി ഖുത്ബയായാലും അല്ലാത്ത ഖുത്ബയായാലും അതുപോലെ ഒരുപാട് ഖുത്ബകൾ ഇപ്പോ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. നല്ല ഖുത്ബകൾ വേറെയും ലഭ്യമാണ്. അതൊക്കെ പല പണ്ഡിതന്മാരും ഖത്തീബുമാരും അത് ഉപയോഗിക്കാറുമുണ്ട്. ഇനിയിപ്പോ സ്വന്തത്തിൽ തന്നെ ഉണ്ടാക്കി ഓതുന്നവരുണ്ട്. അതൊക്കെ എല്ലാം ഹസനാണ്, എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ നുബാത്തി ഖുത്ബയ്ക്ക് എന്തോ ഒരു പ്രാധാന്യം മുൻഗാമികൾ കൽപ്പിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് തന്നെ ചെയ്യണം എന്നതിന് തെളിവല്ല എങ്കിലും അത് ചെയ്യുന്നവർക്ക് അത് ഒരു പരിഗണനീയമായൊരു വിഷയം തന്നെയാണ്. ഇനി രണ്ടാമത്തത്, ഖുത്ബയിൽ സത്യത്തിൽ ഖുത്ബ അറബിയായ ഖുത്ബ, അറബി ഭാഷയിൽ ഖുത്ബ ഓതുമ്പോൾ അറബി ഭാഷക്ക് ആത്മാവുമായി സംവദിക്കാൻ ഒരു കഴിവുണ്ടെന്ന് ഒരു വസ്തുതയാണ്. അറബി ഭാഷയുടെ പ്രത്യേകതയാണ്. ആത്മാവിലേക്ക് അതിന് സംവദിക്കാൻ കഴിയുന്നുണ്ട്. ആർക്കും അർത്ഥമൊന്നും മനസ്സിലാകാതെ തന്നെ ആത്മാവിലേക്ക് ആ ഖുത്ബകൾ കയറാറുണ്ട്. ആ വിഷയത്തിൽ നുബാത്തി ഖുത്ബ വളരെ മുന്തി നിൽക്കുന്നു. അത് മനസ്സിലായിട്ടില്ലെങ്കിലും ആ ഖുത്ബ ആ ചേലിലും ആ ഒരു രൂപത്തിൽ ആ പഴയ ശൈലിയിൽ ഓതുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആത്മാവിലേക്ക് അത് കയറുകയും പരിവർത്തനം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളോട് പറയാനുള്ളത്, അത് നുബാത്തി ഖുത്ബ ഓതുന്നവർ അത് ഓതട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷർത്ത് പാലിക്കുക എന്നതാണ് അറബി ഭാഷയിൽ ഷാഫി മദ്ഹബുകാരായ ഞങ്ങൾ ചെയ്യുന്നത്. ഷർത്ത് പാലിക്കലാണ്. ഷർത്ത് പാലിക്കലിനാണ് ഒന്നാം സ്ഥാനം. അതിന്റെ ഹൈഅത്ത്, അതിന്റെ രൂപം, അതെങ്ങനെയൊക്കെ ചെയ്യാം. അറബി ഭാഷയായാൽ മതി. പക്ഷേ എല്ലാവർക്കും അങ്ങനെ അറബി ഭാഷയിൽ വളരെ കൃത്യമായ ഖുത്ബ നിർവഹിക്കാൻ കഴിയില്ലെങ്കിൽ അത് ഒരു ഏട് നോക്കിയെങ്കിലും ഷർത്ത് പാലിക്കണം എന്നത് നിബന്ധനയാണ്. ഇനി ഷർത്തല്ല എന്നുള്ള വാദമുള്ളവർക്ക് തന്നെ എന്തുണ്ട്, അത് മുൻഗാമികളുടെ മാർഗമാണ്, ഫിഅലിയായ ഇജ്മാ ആണ്, കർമ്മപരമായ ഏകോപനമാണ്. അതിനെതിരെ ചെയ്യല് അള്ളാഹു താക്കീത് നരകം കൊണ്ട് മുന്നറിയിപ്പ് നൽകിയ വിഷയമാണ്. അതുകൊണ്ട് അതിൽ പെട്ടുപോവാതിരിക്കാൻ അറബി തന്നെ നമ്മൾ നിഷ്കർഷിക്കുന്നു. അറബിയിൽ നമ്മൾക്ക് ഏത് രൂപത്തിലും ഓതാവുന്നതാണ്. അത് നുബാത്തി ഖുത്ബ ഓതുന്നവർക്ക് അതിന് പ്രത്യേകമായ ബർക്കത്തുകളൊക്കെ വിശ്വസിക്കുന്നവരാണ് സുന്നികൾ. അവർക്കതുണ്ട്. അതില്ലാത്തവർ ഖുത്ബ നുബാത്തി തന്നെ ഓതണമെന്ന് ആരും ഇവിടെ ശഠിക്കുന്നില്ല.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശബ്ദം കേൾക്കുന്നുണ്ടോ? എന്നറിയില്ല. ബയലക്സിന് എന്തും പ്രോബ്ലം ഉണ്ടോ? ആചാര്യ അബ്ദുള്ളാജി, ബയലക്സിന് എന്തും പ്രോബ്ലം ഉണ്ടോ? മൈക്ക് കിട്ടുന്നില്ല. പിന്നെ ഡീസായി പോകുന്നുണ്ട് എന്നറിയില്ല. ശുക്രാൻ, ജസാക്കുമുല്ലാഹ് ഖൈർ അൻസാർ മാസ്റ്റർ. പിന്നെ വളരെ വിശദീകരിച്ച് തന്നെ പറഞ്ഞു, അൽഹംദുലില്ലാ. പിന്നെ ഈ മലയാളം കുത്തുബ ഇപ്പൊ പാരായണം ചെയ്യുന്ന പള്ളികളിൽ ഇപ്പോൾ മുജാഹിദായാലും ജമാഅത്തായാലും ഈ വഹാബികൾ പുത്തൻ പ്രസ്ഥാനക്കാർ അവരുടെ പിന്നിൽ നിന്ന് ഇപ്പോൾ നിസ്കരിച്ചാൽ ഇപ്പോൾ കുത്തുബ നമ്മളൊക്കെ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് കേൾക്കുന്നത് 2 റക്അത്തിന് പകരമുള്ളതാണ്, അത് നിർബന്ധമായിട്ടും നമ്മൾ ഇരുന്ന് കേൾക്കണം എന്നൊക്കെയാണല്ലോ. അപ്പൊ ഈ മലയാളത്തിൽ ഖുതുബ ഓതുന്ന സ്ഥലത്തുള്ള ജുമയുടെ അവസ്ഥ എന്താണ്? അതിനെ നമുക്ക് തുടരാൻ വേണ്ടി പറ്റുമോ? അതിനെ തുടർന്ന് നിസ്കരിച്ചാൽ ആ ജുമ സഹിഹാകുമോ? ഒന്ന് അൻസാർ മാസ്റ്റർ വിശദീകരിച്ചാൽ നന്നാവും. കാരണം നമ്മളെ ഈ ടൗൺ ഏരിയയിലുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ നമ്മൾ സുന്നി കുട്ടികളും അതിൽ പെട്ടുപോകുന്നുണ്ട്. അവരുടെ അടുത്ത് പിന്നെ വളരെ കുറവാണല്ലേ, ഏതായാലും വളരെ കുറവെന്ന് പറഞ്ഞാൽ ഒരു 10% പോലുമില്ല. എൻ്റെ നാട്ടിലൊക്കെ ഒരു ജമാഅത്ത് ഇസ്ലാമിന്റെ പള്ളിയുണ്ട്, അവിടെയാണ് മലയാളം കുത്തുബ. ഇപ്പോൾ അതിന് മുജാഹിദുകൾക്ക് തന്നെ ഒരു പള്ളിയുണ്ട്, അവിടെ മലയാളം കുത്തുബ നടക്കുന്നുണ്ട്. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിൻ്റെ അത്ര ആൾക്കാരൊന്നും ഇല്ല. മനസ്സിലായില്ല. അപ്പോൾ സ്കൂളിന്റെ ഭാഗത്തായതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം അടുത്തായതുകൊണ്ടും നമ്മളെ സുന്നികളാകുന്ന നമ്മളെ കുട്ടികൾ തന്നെ അവിടെ പോയി നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് തന്നാൽ അതിപ്പോ നമുക്ക് തുടരാൻ വേണ്ടി പറ്റൂലേ എന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? അൻസാർ മാസ്റ്റർ കേൾക്കുന്നുണ്ടോ? DC ഏതാണ്? അൻസാർ മാസ്റ്റർ കേൾക്കുന്നുണ്ടോ? എത്തിയിട്ടുണ്ടല്ലോ. അൻസാർ മാസ്റ്റർ കൈ വന്നിച്ചു വരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? അപ്പോ ഞാൻ കേട്ടിട്ടില്ല ഈ അബ്ദുള്ള കുമ്പളെ 313 എന്ന് പറഞ്ഞ ആള് പറഞ്ഞതൊന്നും ഞാൻ കേട്ടിട്ടില്ല. കുറച്ച് കേൾക്കുമ്പോ ഞാനങ്ങ് DC ആയി പോയിട്ടുണ്ട്. പറഞ്ഞത് ഞാൻ മൈക്ക് വിടുകയാണ്, അദ്ദേഹം പറയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് അയച്ചപ്പോ ഇൻവൈറ്റ് ചെയ്തു, പക്ഷെ വരുന്നില്ല. എനിക്കും എന്തോ പ്രോബ്ലം ഉണ്ടെന്നാ തോന്നുന്നത്. ബയലക്സിന് മൊത്തം പ്രോബ്ലം ആണെന്നാ തോന്നുന്നത്. ഏതായിരുന്നാലും ഞാൻ ചോദിച്ചത്, പിന്നെ ഇപ്പം മലയാളത്തിൽ ഖുതുബ ഓതുന്ന പള്ളികൾ, അതിലിപ്പോ നമ്മളെ സുന്നികളാകുന്ന കുട്ടികൾ ടൗണിലൊക്കെ ആകുമ്പോൾ സ്കൂളിന്റെ അടുത്തൊക്കെ ഉള്ള പള്ളിയൊക്കെ ആകുമ്പോൾ കുട്ടികൾ പോയി പിന്നെ നിസ്കരിക്കുന്നുണ്ട്, പലരും നമസ്കരിക്കുന്നുണ്ട് മലയാളം ഖുതുബയുള്ള പള്ളികളിൽ. അപ്പോ ആ മലയാളത്തിൽ ഖുതുബയുള്ള പള്ളിയിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് ആ നിസ്കാരത്തിന്റെ
എന്താണ് വിധി, അത് സഹിഹാകുമോ ഇല്ലേ? അതുപോലെ മലയാളം ഖുത്ബ ഇപ്പോൾ നമ്മളെ നവാത്തി ഖുത്ബയല്ലാതെ ഇപ്പോൾ അറബിയിൽ ക്രോഡീകരിച്ചുകൊണ്ട് ഓരോ ദിവസത്തെ അങ്ങനെ പറഞ്ഞ് അതിന് ശേഷം ജുമാക്ക് കഴിഞ്ഞതിന് ശേഷം അതിനെ പരിഭാഷപ്പെടുത്തുന്ന ചില പള്ളികളൊക്കെ കണ്ടിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ഈ മലയാളത്തിലും പ്രസംഗിച്ച് ഖുത്ബക്ക് പകരം നിസ്കരിക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചൊന്ന് അൻസാർ മാസ്റ്റർ ഒന്ന് വിശദീകരിച്ച് തന്നാൽ നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് ഞാൻ പിന്നെ സംസാരിച്ചിട്ടുള്ളത്. എൻ്റെ റെക്കോർഡ് ഞാൻ പറഞ്ഞതിന് റെക്കോർഡില്ല, അല്ലെങ്കിൽ ആ റെക്കോർഡ് കേൾപ്പിക്കണമായിരുന്നു. ഞാൻ ആരുടെ കയ്യിലെങ്കിലുണ്ടോ എന്നറിയില്ല. അങ്ങനെ അതാണ് ഞാൻ ചോദിച്ചത്. അതിനൊന്ന് വിശദീകരണം നൽകാൻ വേണ്ടി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒന്നാമത്തത് വഹാബികളുടെ അല്ലെങ്കിൽ മുജാഹിദുകളുടെ, നമ്മൾ വഹാബികൾ ഒരിക്കൽ ഇഷ്ടം അല്ലെങ്കിൽ വിളിക്കണ്ട, മുജാഹിദുകളുടെ പള്ളിയിൽ ജുമാ നിസ്കരിച്ചാൽ അത് മലയാളത്തിൽ ഓതുക കൂടി ചെയ്താൽ, അവരെ പള്ളിയിൽ ജുമാ അവരെ അറബിയിൽ തന്നെ ഓതിയാലും, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചു പറഞ്ഞിരുന്നു, ഈ സ്വയം ഗവേഷണം ചെയ്യുന്ന, യോഗ്യതയില്ലാതെ ഗവേഷണം ചെയ്യുന്നവര് സത്യത്തിലെത്തിയാലും ഇല്ലെങ്കിലും അവർ ആക്ഷേപാർഹരാണ്, അവരെ മതത്തിൽ പരിഗണിക്കാൻ പാടില്ല എന്നതാണ് അടിസ്ഥാനം. അതുപ്രകാരം അവർ അറബിയിൽ ഓതിയാലും മലയാളത്തിൽ ഓതിയാലും അത്തരക്കാരെ തുടരാവതല്ല. ഞാനിപ്പോൾ പറയുന്നത് ഫിഖ്ഹല്ല, ഫിഖ്ഹ് എന്ന് പറയുന്നത് വേറൊന്നാണ്, തുടരാവതല്ല എന്നതാണ് അടിസ്ഥാനം. രണ്ടാമത്തത്, അവര് അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ നിർവഹിക്കുന്നത് നമ്മൾ ശാഫഈ മദ്ഹബുകാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഷർത്തൊക്കാത്ത ഖുത്ബയാകും, അതുകൊണ്ട് ഫാസിദായ ഇബാദത്താകും. അതുകൊണ്ട് തന്നെ അത് ബാത്തുലായി നിരർത്ഥകമായ ഫാസിദായ ഇബാദത്തുമായിട്ട് ബന്ധപ്പെടൽ ഹറാമാണ് എന്നുള്ള അടിസ്ഥാന പ്രകാരം നമ്മൾ അവിടെ നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹിയാവുകയില്ല. അതുപോലെ അങ്ങനെ പോകൽ ഹറാമാണ് എന്നുമാണ് നമ്മൾ അതിന്റെ വിഷയം വരിക. ഇനി അവിടെ അത്തരം ഒരു സാഹചര്യത്തിൽ അവരെ പള്ളിയിൽ നിസ്കരിച്ചാൽ നിസ്കാരം വീടും എന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയില്ല. എന്ന് മാത്രമല്ല, അവർക്ക് മറ്റു പല ന്യൂനതകളെ കൊണ്ടും അവരെ തുടർന്ന് നിസ്കരിക്കുന്നത് കൊണ്ട് നിസ്കാരം സ്വഹിയാകാൻ വളരെ വിദൂരമായ സാധ്യതയാണുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത്, വഹാബികൾ എന്തു പറഞ്ഞാലും അവരെ തുടർന്ന് നിസ്കരിക്കാൻ അഥവാ സ്വയം ഗവേഷണം ചെയ്യുന്ന വിവരമില്ലാത്തവരെ തുടരൽ മതത്തിന്റെ അടിസ്ഥാനപരമായി തന്നെ അത് പറ്റാത്ത കാര്യമാണ്. അത് ഒരിക്കലും മതം അനുവദിക്കാത്ത കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തത്, ഈ മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്ത മാർഗം സ്വീകരിച്ചു എന്ന നിലക്ക് ഖുത്ബ അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുന്നതിനെ നമ്മൾ പങ്കുചേർന്നാൽ അതിന്റെ കുറ്റവും നമുക്ക് കിട്ടും. മൂന്നാമത്തത്, ഖുത്ബ അറബിയാവൽ ഷർത്താണ് എന്നതാണ് പ്രബലമായ, എന്നല്ല അതിന് എതിരഭിപ്രായം പരിഗണിക്കപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ അത്രയും പ്രബലമായ ഷാഫി മദ്ഹബിലെ വീക്ഷണം. അതുകൊണ്ട് അതനുസരിച്ച് അത് ഷർത്തൊക്കാത്ത ഖുത്ബയാകുന്നതും, ഷർത്തൊക്കാത്ത ഖുത്ബ കൊണ്ട് ആ വകുപ്പിലും നിസ്കാരം ഫാസിദാവും, ആ നിലയിലും അവിടെ പങ്കെടുക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് അങ്ങനെ പങ്കെടുക്കുന്ന ആൾക്കാരെ പ്രത്യേകം ഉണർത്തേണ്ടതും അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കേണ്ടതുമാണ്. ജുമാ എന്ന് പറഞ്ഞാൽ കളിയല്ലല്ലോ, വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ്. ജുമാ അല്ലാത്ത നിസ്കാരങ്ങളിൽ തന്നെ പുത്തൻവാദികളെ തുടർന്ന് നിസ്കരിക്കല് കറാഹത്താണ് എന്നതിൽ തർക്കമില്ല. അതേ നിസ്കാരം തന്നെ സ്വഹിയാകുമോ ഇല്ലയോ എന്നതിൽ ചർച്ചയുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉണർത്താവുന്നതാണ്. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട മുസാർ
ഈ ചില പള്ളികളിൽ, അതായത് അങ്ങ് മുജാഹിദും അല്ല സലഫിയും അല്ല അങ്ങനെയുള്ള ചില പള്ളികളിൽ ഇപ്പോൾ കാണുന്ന ഒരു പ്രതിഭാസമാണ്, അതായത് ജുമാക്ക് മുമ്പ് മിമ്പറിൽ കയറി മലയാളത്തിൽ പ്രസംഗിച്ചു, അവസാനം ഫർളുകൾ മാത്രം അറബിയിൽ പറഞ്ഞു ഖുതുബ ഓതുന്ന ഒരു വിഭാഗം ഇന്ന് പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. അപ്പോൾ അവസാനം എല്ലാ ഫർളുകളും അറബിയിൽ ഓതിയ ശേഷം അറബിയിൽ ഓതുകയതിനു മുമ്പ് മലയാളത്തിൽ പ്രസംഗിക്കുകയും ചെയ്താൽ അത് ഈ ജുമയുടെ ഷർത്തുത്ത തുകയിൽ പെടുമോ എന്നാണ് എനിക്ക് അറിയാനുള്ളത്. ഉത്തരം പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. അപ്പോ ജുമയ്ക്ക് ആദ്യം മിമ്പറിൽ കയറി കുറെ മലയാളത്തിൽ പ്രസംഗിക്കുക, പിന്നീട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജുമയുടെ ഖുതുബയുടെ ഫർദുകളെല്ലാം അറബിയിൽ നിർവഹിച്ച് പിന്നീട് ജുമ നിർവഹിക്കുമ്പോൾ സാങ്കേതികമായി നമുക്ക് അത് പറയുന്നത് ശ്രദ്ധിക്കണം, സാങ്കേതികമായിട്ട് അത് ഷർത്ത് ഒക്കുന്നുണ്ട്. അതുകൊണ്ട് സാങ്കേതികമായി ജുമ സാധുവാണ്. പക്ഷേ ചെയ്ത പണി ഒരിക്കലും ശരിയല്ലാത്തതാണ്. മുഅ്മിനീങ്ങളുടെ മാർഗം വിട്ട് പുതിയൊരു മാർഗം സ്വീകരിക്കലാണ് അതിന്റെ കുറ്റവുമുണ്ട്. അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കലും അതിൽ പങ്കെടുക്കലും ഒരിക്കലും ക്ഷന്തവ്യമല്ല. നമുക്കത് പ്രോത്സാഹിപ്പിക്കാനോ അതിനെ അംഗീകരിക്കാനോ പറ്റുകയില്ല. സാങ്കേതികമായിട്ട് നമുക്ക് അതിനെ ഷർത്തൊക്കാത്ത ജുമയാണെന്ന് പറയാനും പറ്റാത്ത ഒരു അവസ്ഥയാണ് അതിനുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ആർക്കും ചോദിക്കാനുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. അൻസാർ മാസ്റ്റർ ഇപ്പോൾ ക്ലാസ് റൂമിൽ ഉണ്ട്, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പോകും. ഇപ്പോൾ ഖുതുബയെ കുറിച്ചുള്ള സംശയങ്ങളും അതിനുള്ള മറുപടിയുമായിട്ടാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്കൊരു സംശയം വീണ്ടും ഉണ്ടായത് നിസാർ മാസ്റ്ററെ, അപ്പോ ഈ അറിയാതെ ഇപ്പോ കുട്ടികളൊക്കെ പോയി നമസ്കരിക്കുന്നുണ്ടല്ലോ മലയാള ഖുതുബ, നിങ്ങൾ പറഞ്ഞു ഖുതുബ അത് ശരിയാവൂല എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഈ ഇവിടെ നിസ്കരിക്കുന്നവരുടെ അപ്പോ നിസ്കാരത്തിന്റെ അപ്പൊ എന്തൊരു അവസ്ഥ, അത് ഗൗരവമായി നമ്മൾ പിന്നൊക്കെ പോയി സ്കൂളിൻ്റെ അടുത്തായിരിക്കുന്നു. അതിന് പ്രായപൂർത്തി ആയതുണ്ടാവും, അല്ലാത്തുണ്ടാവും. ചില ആൾക്കാർ പെട്ടെന്ന് പോയി നിസ്കരിക്കാൻ വേണ്ടി അവരെ ഇതിലൊക്കെ കയറി നിസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു ജുമ്മ തന്നെ നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ഗൗരവമുള്ള കാര്യമല്ലേ. അപ്പോൾ അത് നമ്മളിങ്ങനെ പറയാതെ ഒരു പരസ്യപ്പെടുത്താതെ ഒരു ഗൗരവത്തിൽ കാണാതെ അതിനിങ്ങനെ ഒരു തള്ളുന്ന ഒരു രീതി ശരിയാവുമോ? ഗൗരവത്തിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഇന്നിപ്പോ പലരും അതൊരു നിസ്സാരമായിട്ടാണ് കാണുന്നതെന്നാണ് തോന്നുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സാർ മാസ്റ്റൊന്ന് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും. കാരണം നമ്മളിടയിൽ ഇപ്പോൾ ചെറുപ്പക്കാർക്ക് തന്നെ അതൊരു വലിയൊരു കാര്യമല്ല. കാരണം അവിടെ ചെന്നാൽ മലയാളത്തിൽ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, അറബിയിൽ പറയുമ്പോൾ ഇങ്ങനെ കൈയും കെട്ടി ഇങ്ങനെ കുത്തിരുന്ന് എന്ന് കേൾക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്.
അപ്പൊ ഇതാകുമ്പോ നമ്മളെ ഭാഷയിൽ അപ്പൊ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടോ എന്നൊരു സംശയിക്കേണ്ട ഒരു ചുറ്റുപാടാണ്. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് സാർ മാസ്റ്റർ വിശദീകരിച്ചാൽ നല്ലതായിരിക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. നിങ്ങൾ പറഞ്ഞത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. പല ചെറുപ്പക്കാരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എന്നോട് തന്നെ ഒരാള് ഞങ്ങൾ ഒരു കല്യാണത്തിന്റെ യാത്ര ചെയ്യുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഞാൻ എല്ലാത്തിനും സുന്നി പള്ളിയിലാണ് പോവുക, ജുമക്ക് മാത്രം മുജാഹിദ് പള്ളിയിലാണ് പോവുക, കാരണം ഖുത്ബ തിരിയണ്ടെന്നാണ് അയാൾ ചോദിച്ചത്. അപ്പൊ അതൊരു ഗൗരവപരമായൊരു വിഷയമാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ പുത്തൻവാദികളുടെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി പോലത്തവരുടെ പള്ളിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഒരിക്കലും ജുമക്കല്ലെങ്കിലും അല്ല ഈ മറ്റു നിസ്കാരങ്ങൾക്കാണെങ്കിലും ഒരിക്കലും അവിടെ പറഞ്ഞേക്കരുത്. കാരണം നമ്മൾ അവരെ പ്രബോധനം ചെയ്യുമ്പോൾ നല്ല ശൈലി സ്വീകരിക്കുകയും അവരെ നമ്മളിലേക്ക് വളരെ റഅഫത്തിന്റെ രൂപത്തിൽ തന്നെ അവരോടുള്ള കാരുണ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അവരെ നല്ല ഹിക്മത്തോടുകൂടി നമ്മൾ ക്ഷണിക്കണം. അതോടൊപ്പം നമ്മൾ വിദഅത്തിന്റെ ഗൗരവം വളരെ 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 വലുതാണ്. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടെ താക്കീത് ചെയ്ത, നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ നമ്മളെ ഉണർത്തിയ കാര്യമാണ് വിദഅത്തിന്റെ വിഷയം. മൻ അഹ്ദഥ ഔ ആവാ മുഹദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹ് വൽ മലായികതി വന്നാസി അജ്മഈൻ. ഒരാൾ പുത്തൻവാദിയാവുകയോ അല്ലെങ്കിൽ പുത്തൻവാദികൾക്ക് കൂടെ ചേരുകയോ അല്ലെങ്കിൽ അവർക്ക് അഭയം നൽകുകയോ ചെയ്താൽ അവർക്ക് അള്ളാഹുവിന്റെയും മലക്കുകളുടെയും നല്ല മനുഷ്യന്മാരുടെ മുഴുവനും ലഅനത്തുണ്ട് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്നിട്ട് കൂട്ടിച്ചേർത്തു, അവരിൽ നിന്ന് സുന്നത്തോ ഫർദോ ആയ അമലുകൾ സ്വീകരിക്കുകയില്ല എന്ന് കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ ഹദീസ് മഹാനായ ഇമാം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ വന്യത്തു ത്വാലിബീനിൽ മുബ്തദീങ്ങളെ വെടിഞ്ഞു നിൽക്കണമെന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ ഒരാൾ പുത്തൻവാദിയായി പോവുക എന്നത്. നരകത്തിലേക്ക് പോകുന്ന ഒരു വിഷയമാണ്. വലിയ 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 ഗൗരവമുള്ള വിഷയമാണ്. തൗബ നഷ്ടപ്പെട്ടു പോകുന്ന വിഷയമാണ്. പുത്തൻവാദികൾക്ക് തൗബയില്ല എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം അത് തന്നെ നമ്മൾ ചിന്തിച്ചാൽ വലിയൊരു വിഷയമാണ്. ഈ പുത്തൻവാദം എന്നതിനെപ്പറ്റി തന്നെ ഇമാമിങ്ങൾ പറഞ്ഞൊരു വിഷയം ഞാൻ ഇവിടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പലരും കേട്ടിട്ടുണ്ടാവും. പുത്തൻവാദത്തെപ്പറ്റി, പുത്തൻവാദം ഉണ്ടാകുന്നത് തന്നെ ഇബ്ലീസിന്റെ ഒരു പ്രത്യേക മീറ്റിംഗിന് ശേഷമാണെന്ന്, ഇബ്ലീസും ജുനൂദും മീറ്റിംഗ് കൂടിയ ശേഷമാണെന്ന് ചില തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. ആ സംഭവം ഇങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അടിക്കടി ആയത്തുകൾ ഇറക്കി. അല്ലാഹു ദോഷം പൊറുക്കുന്നവനാണ്, അല്ലാഹു അങ്ങേയറ്റം ദോഷം പൊറുക്കുന്നവനാണ്, ഗഫാറാണ്. അങ്ങനെ ഈ ദോഷം പൊറുക്കുമെന്ന് മാത്രമല്ല, അവരുടെ തെറ്റ് ചെയ്ത ഒരാള് തൗബ ചെയ്താൽ, ദോഷം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ അവരുടെ തിന്മകളെ അള്ളാഹു നന്മകളാക്കി പരിവർത്തിപ്പിക്കപ്പെടും എന്നുവരെ ആയത്തുകൾ ഇറങ്ങിയപ്പോൾ ഇബ്ലീസ് ആകെ അസ്വസ്ഥനായി എന്നും, അപ്പോ ഇത് ഇബ്ലീസ് ജുനൂദുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടി ആശങ്ക അറിയിച്ചു. നമ്മളിങ്ങനെ തെറ്റ് ചെയ്യിച്ചിട്ട് എന്താണ് കാര്യം? കാരണം അവർക്ക് തെറ്റ് ചെയ്യുമ്പോൾ ചെയ്ത ഉടനെ മുഅ്മിനീങ്ങൾക്ക് ഖേദം തോന്നും. അള്ളാഹു അവർക്ക് ഇരട്ടിയാണ് കൊടുക്കുന്നത്. കാരണം അത് മായ്ച്ചു കളയുക മാത്രമല്ല, അതിന്റെ സ്ഥാനത്ത് നന്മ എഴുതുകയും ചെയ്യുന്നു, അതിനെ നന്മയാക്കി രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുമെന്നുള്ള ഒരു ആലോചന നടത്തുകയും, അങ്ങനെ ആലോചനയിൽ ആദ്യത്തെ ദിവസം പ്രത്യേകം തീരുമാനമാകാതെ പിരിയുകയും പിറ്റേന്ന് വീണ്ടും അവർ കൂടുകയും ഇബ്ലീസ് തന്നെ അതിനുള്ള ഒരു വിഷയം, അതിനുള്ളൊരു വഴി പറഞ്ഞു. അവരെ നമുക്ക് എന്ത് ചെയ്യാം? അവരെ കൊണ്ട് തെറ്റ് ചെയ്യിക്കാം. തെറ്റ് ചെയ്യിക്കുമ്പോൾ അത് നന്മയാണെന്ന രൂപത്തിൽ അവരെ കൊണ്ട് തെറ്റ് ചെയ്യിക്കാം. എന്നാൽ പിന്നെ അവർ തൗബ ചെയ്യൂലല്ലോ.
അതാണ് വമൻ സുയ്യിന ലഹു സൂഉ അമലിഹി വറആഹു ഹസന. അങ്ങനെയാണ് ഈ ആയത്ത്. ഒരുവൻ അവന്റെ തെറ്റുകളെ എന്തായി, തെറ്റ് അവൻ എന്തായി കാണിക്കപ്പെട്ടു. ഖുർആൻ പറയുകയാണ്, അള്ളാഹു പറയുകയാണ്, അവന് നന്മയായി കാണിക്കപ്പെട്ടു. അങ്ങനെ അവൻ തെറ്റ് ചെയ്യുമ്പോൾ നന്മയായി കാണിക്കപ്പെട്ട ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തെ പറ്റിയാണ് പുത്തൻവാദികൾ എന്ന് പറയുന്നതെന്ന് പല ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുത്തൻവാദം എന്ന് പറഞ്ഞാലും അതിൽ പെട്ടുപോകുക എന്ന് പറഞ്ഞാലും വലിയ 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 ഒരു അപകടമാണ്. അള്ളാഹു എല്ലാ വഴികളും അവന് അടഞ്ഞു പോകുന്ന രൂപത്തിലാണ് പുത്തൻവാദികളുടെ സമീപനങ്ങളൊക്കെ ഉള്ളത്. അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് പല വഴികളും മുഅ്മിനീങ്ങൾക്ക് രക്ഷപ്പെടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുഴുവൻ വഴികളെയും പുത്തൻവാദികൾ നിഷേധിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു വെച്ച ഒരു വഴിയാണ് മുഅ്മിനീങ്ങൾ മരിച്ചാൽ അവർക്ക് വേണ്ടി കുടുംബക്കാരും അല്ലാത്തവരും സുഹൃത്തുക്കളൊക്കെ ഈ ഖുർആനോദി അവർക്ക് വേണ്ടി ഈ ഹദിയ ചെയ്യുകയും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്യും. അതുപോലെ ചില ദിവസങ്ങൾ നിശ്ചയിച്ച് അവർക്ക് വേണ്ടി ദിക്ർ ചൊല്ലും. അതുപോലെ അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ നടത്തും. അങ്ങനെ അവർ രക്ഷപ്പെടാനുള്ള ഒരുപാട് കാര്യങ്ങൾ നടത്തും. അതൊക്കെ പറ്റൂല എന്ന് പറഞ്ഞ് നിഷേധിച്ചിട്ടാണ് പുത്തൻവാദി ലോകത്തോട് ഇവിടെ പറയുക. അതുപോലെ വേറെ ഒരിതാണ് ഔലിയാക്കന്മാരെ കൊണ്ടും അമ്പിയാക്കന്മാരെ കൊണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടും ഒക്കെയുള്ള തവസ്സുലും തശഫുവും അവരുടെ ശുപാർശ കിട്ടലൊക്കെ അതൊക്കെ നിഷേധിച്ചുകൊണ്ട്, ശുപാർശയൊക്കെ നിഷേധിച്ചുകൊണ്ട് അവർ ആ ഹതവാകന്മാരുടെ കൂട്ടത്തിലായി പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു മക്കളെയും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെയും പുത്തൻവാദികൾ ആ രൂപത്തിലേക്ക്, ആ പ്രവേശന കവാടത്തിലേക്ക് തന്നെ നമ്മൾ അയക്കരുത്. അത് വലിയ ഗൗരവമാണ്. നമ്മൾ പുത്തൻവാദികളെ പ്രകോപിപ്പിച്ച് ഈ മതത്തിൽ നിന്ന് അകറ്റുന്നതിന് പകരം പ്രബോധനം നടത്തണം എന്നത് ഒരു വശമാണ്. അതോടൊപ്പം പുത്തൻവാദം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ താക്കീത് ചെയ്തതാണ്. ഇമാമിങ്ങൾ വല്ലാതെ താക്കീത് ചെയ്തതാണ്. അങ്ങനെ ഇമാമിങ്ങൾ ചെയ്ത താക്കീതുകളൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ വല്ലാതെ ഭയപ്പെട്ടു പോകും. അതുകൊണ്ട് അള്ളാഹു നമ്മളെയും നമ്മുടെ സന്താന പരമ്പരകളെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും നമ്മളെ സ്നേഹിക്കുന്നവരെയും അവരുടെ സന്താന പരമ്പരകളെയും അതുപോലെ മുഖ്ലിസീങ്ങളായ മുഅ്മിനീങ്ങളുടെ മുഴുവൻ സന്താനങ്ങളെയും അതുപോലെ കുടുംബക്കാരെയും എല്ലാവരെയും ബിദഅത്തിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. കാരണം ബിദഅത്തിൽ പെട്ടുപോയാൽ തൗബ ഇല്ലാതെയായി പോകും എന്നാണ്. അതുപോലെ അവരുടെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല എന്നൊക്കെയുള്ള വലിയ വലിയ വിപത്തുകൾ അവരെ തേടിയെത്തുന്നുണ്ട്. അതുപോലെ തുടക്കത്തിൽ ബിദഅത്തിലെത്തി ചെറിയ ചെറിയ ആശയങ്ങളൊക്കെ പറഞ്ഞ് ഒരു മുഅ്മിന് കേൾക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വലിയ വാക്കുകൾ അവർ പറയാറുണ്ട്. ഞാൻ തന്നെ കരഞ്ഞു പോകുന്ന വാക്കുകൾ പുത്തൻവാദികളായ മൗലവിമാർ പറയാറുണ്ട്. ചിലപ്പോൾ നമ്മൾ പേടിച്ചിട്ട് വിറച്ചു പോകുന്ന വാക്കുകൾ പറയാറുണ്ട്. മഹാന്മാരെ പറ്റിയൊക്കെ പറയുന്ന വാക്കുകൾ അല്ലാഹ് അത് കേട്ടാൽ നമ്മൾ തന്നെ തലചുറ്റി വീണു പോകുന്ന വാക്കുകൾ അവർ പറയാറുണ്ട്. അള്ളാഹു അത്തരം പ്രവർത്തനങ്ങളെ തൊട്ട് എല്ലാ തെറ്റുകളുടെയും മേലെ നിൽക്കുന്ന ഈ തെറ്റിനെ തൊട്ട് അള്ളാഹു നമ്മളെല്ലാവരെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും കാക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ. ഏതായിരുന്നാലും ഇനി ചോദിക്കാൻ ഉള്ള സംശയമുള്ള ആൾക്കാർ മൈക്കിലേക്ക് വരിക. മൈക്ക് ഫ്രീ ആക്കി ഇടരുത്. ഇനി അല്പം സമയം കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട അൻസാർ മാസ്റ്റർ റൂമിൽ നിന്ന് പോകും. പിന്നെ നാളെ ഇതേ സമയത്ത് തന്നെ വരികയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് ചോദിക്കാം. റേഡിയോ ശ്രോതാക്കൾക്കും ചോദിക്കാം. മെസ്സേജ് അയച്ചുകൊണ്ട് എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ റേഡിയോ ശ്രോതാക്കൾക്ക് ചോദിക്കാം. അപ്പോൾ പലർക്കും പലരുടെയും ടെലിഫോൺ നമ്പർ അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മെസ്സേജ് അയച്ചിട്ട്, അല്ലെങ്കിൽ വാട്സപ്പ് ഉണ്ട്. ഇപ്പോൾ വാട്സപ്പ് ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, ഇല്ലല്ലോ. വാട്സപ്പ് ഉണ്ടെങ്കിൽ വാട്സപ്പിലും ചോദിക്കാം. ചോദിച്ച് സംശയം ഇനിയിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാനില്ല. എല്ലാം മനസ്സിലായി, എല്ലാം കഴിഞ്ഞൊന്നല്ല. എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ പോകണം. പിന്നെ സർമാഷോട് ചോദിച്ചിട്ട് പിന്നെ പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. പിന്നെ റേഡിയോയിൽ കേൾക്കേണ്ടി വരും. പിന്നെ ആ പറഞ്ഞാൽ എന്തെങ്കിലും ഉപചോദ്യം സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കണ്ടേ. അപ്പൊ കുറേശ്ശെ
ചോദിക്കാം, മനസ്സിലാക്കാം. അപ്പോൾ ചോദിക്കുന്ന ആൾക്ക് മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയല്ല, ഇത് ഈ ക്ലാസ് റൂമിലുള്ള ഒരു ചില്ലാനം ആൾക്കും അതുപോലെ തന്നെ റേഡിയോയിലൂടെ കേൾക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഇത് ഉപകാരപ്പെടും. ഇത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വളരെ ഗൗരവമുള്ള ജുമാ ഖുതുബയിൽ പുത്തൻ പ്രസ്ഥാനക്കാരുടെ കൂടെ നിസ്കരിക്കലും ആ ഖുതുബ കേൾക്കലും ഒക്കെ നമ്മുടെ ജുമാ പോലും ഫസാദായി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ പലർക്കും അതിൻ്റെ കാര്യഗൗരവം അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി, നേരത്തെ അൻസാർ മാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എല്ലാ ജമാഅത്തിനും സുന്നി പള്ളിയിൽ വരും, ഖുതുബക്ക് മാത്രം ജുമാക്ക് അവിടെ പോകുമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വക്തിനും സുന്നിയും ജുമാക്ക് മാത്രം വഹാബി മുജാഹിദായി പോകുന്ന അല്ലെങ്കിൽ അവരുടെ പള്ളികളിൽ പങ്കെടുക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാരണം വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. നമുക്ക് ആഴ്ചയിലെ വലിയ ഒരു മഹത്തായ ഒരു ഇബാദത്താണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കി നമ്മുടെ സുഹൃത്തുക്കളിലും അങ്ങനെ പോകുന്നവരുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുക. അവർ സത്യം മനസ്സിലാക്കട്ടെ, അവർക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ദൗത്യങ്ങളൊക്കെ നമ്മളും ഏറ്റെടുക്കണം, പറയണം. അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ അതന്നെ ഹാജത്തായി പോകും. ഹാജത്ത് ആപത്ത് എന്നല്ലേ. അപ്പോൾ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചുകൊണ്ട് ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം, അത് നിങ്ങളത് മനസ്സിലാക്കാത്തത് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് സംശയമുള്ള, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവമുള്ള. ഇപ്പോൾ നേരത്തെ അൻസാർ മാസ്റ്റർ ഞാനിപ്പോൾ ആ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തോടും പറഞ്ഞു, അത് 5 വക്ത് നിസ്കരിക്കുന്നത് സുന്നിപ്പള്ളിയിലാണ്, ഞാൻ ജുമാക്ക് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മളെ ഇടയിലും അങ്ങനെയുള്ള കുറെ ആൾക്കാർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോ അതുകൊണ്ടാണ് അപ്പൊ അതിന് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുമ്പോൾ നമുക്കതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അതിൽ നിന്ന് മാറി നിൽക്കാനും യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിലൂടെ നമുക്ക് നീങ്ങുവാനും ചലിക്കുവാനും ഒക്കെ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ട് എങ്കിൽ മൈക്കിലേക്ക് വരിക. അൻസാർ മാസ്റ്റർക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി എനിക്കൊന്നും ചോദിക്കാനില്ല ഇന്ന്. എല്ലാവർക്കും ചോദിക്കാനുണ്ടെങ്കിൽ മൈക്കിലോട്ട് വരും. അതല്ലെങ്കിൽ ഈ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യും. അൻസാർ മാസ്റ്റർ ഇവിടുന്ന് പോകും. അപ്പോൾ ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നുണ്ട് അൻസാർ മാസ്റ്റർക്ക് വേണ്ടി. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. 11:55 ഞാനൊരു ചെറിയൊരു പൂർത്തീകരണം. ഞാൻ നേരത്തെ പറഞ്ഞ ആയത്ത് വമൻ സുയ്യിന ലഹു സൂ അമലിഹി വറആഹു ഹുസ്ന എന്ന് പറയുന്ന ഒരു ആയത്ത്, അത് ആ പശ്ചാത്തലം പറഞ്ഞപ്പോൾ അത് പൂർണ്ണമായി പറഞ്ഞു എന്ന് എനിക്ക് ഒരു ഡൗട്ടുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും മൈക്കെടുത്തത്. എന്താണ് പുത്തൻവാദികളുടെ സ്വഭാവം എന്ന് വെച്ചാൽ, വലിയ വലിയ തെറ്റുകൾ ഒരു ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ സാധാരണ തെറ്റുകൾ ചെയ്യുന്നു. ഒരാള് ഒരു മുഅ്മിൻ മാർക്കറ്റിലൂടെ പോകുമ്പോൾ ഒരു പെൺകുട്ടിയെ നോക്കിപ്പോയി. അപ്പോ ഈമാനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അല്ലാഹ് നോക്കിയ തെറ്റായി പോയല്ലോ, അസ്തഗ്ഫിറുല്ലാഹിൽ അദീം എന്നൊക്കെ മനസ്സിൽ പറയുകയും മനസ്സിൽ ഖേദം തരികയും ചെയ്യും. അപ്പോഴത് അദ്ദേഹത്തിന് പുറത്തു കിട്ടാൻ ഒരു വകുപ്പായി. അതേ സ്ഥാനത്ത് മുജാഹിദുകൾ ചെയ്യുന്ന തെറ്റെന്താന്ന് വെച്ചാൽ, മഹാനായ ഇമാമുൽ അയിമ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ കൊച്ചാക്കുക. അത് ഷാഫി പറഞ്ഞല്ലേ ഔലിയാക്കന്മാരെ മോശമാക്കുക. അല്ലാഹ് ഔലിയാക്കന്മാരെ മോശമാക്കി, ഔലിയാക്കന്മാരെ നിസ്സാരപ്പെടുത്തുന്നവര്, ഔലിയാക്കന്മാരോട് ശത്രുത പോലെ പെരുമാറുന്നവര്, അവരോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചു എന്നാ പറഞ്ഞത്. അപ്പൊ അവരെന്നിട്ട് അത് വലിയൊരു സംഭവമായിട്ട്, നമ്മൾ തെളിവ് പിൻപറ്റുന്നവരാണ്, അവർക്കൊരിക്കലും അതിൽ തൗബ തോന്നൂല.
ഞാൻ ജീവിതത്തിൽ പടച്ചോനെ ഷാഫി ഇമാമിനെ കുറെ ചീത്ത പറഞ്ഞു പോയല്ലോ, സൂള്ളന് വെച്ച് പോയല്ലോ, മോശമായി ധരിച്ചു പോയല്ലോ, ഷാഫി എന്നൊക്കെ വിളിച്ചു പോയല്ലോ, ഈ മുഅ്മിനീങ്ങൾ അയിമത്ത് ഇമാമിങ്ങൾ തന്നെ എത്രയോ ബഹുമാനത്തിൽ പറഞ്ഞ ഷാഫി ഇമാമിനെ പോലെ ഉള്ള ഔലിയാക്കന്മാരെ മോശമാക്കി പറഞ്ഞു പോയല്ലോ, അതുപോലെ മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ മൊയ്തീൻ ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞ് വളരെ നിസ്സാരപ്പെടുത്തി പോയല്ലോ എന്ന് അവർക്ക് തോന്നൂല. കാരണം അത് അവരുടെ ദഅവത്താണ്, അവര് ദീന് പറയാണ്, അവരുടെ തൗഹീദ് പ്രചരണമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ അവർ ചെയ്യുന്ന തെറ്റുകള് വലിയ വലിയ ഈമാൻ നഷ്ടപ്പെട്ട് കാഫിറായി ചത്തുപോകാൻ കാരണമാകുന്ന കാര്യങ്ങളാണ്. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മുഅ്മിനീ ഈ സാധാരണ മനുഷ്യന്മാര് മരിക്കുന്ന സമയത്ത് ഈമാൻ ഊരിപ്പോകാൻ ഏറ്റവും കാര്യമാകുന്ന ദുൽമ് അറിവില്ലാതെ ദീന് പറയലാണ്. അറിവില്ലാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലും അതുപോലെ അള്ളാഹുവിന്റെ മതത്തിലൊക്കെ കയറി സംസാരിക്കലാണ് ഈമാൻ തന്നെ കേടുവന്നു പോകുന്ന, മരിക്കുന്ന സമയത്ത് കാഫിറായി ചത്തുപോകുന്ന ഒരു കാര്യം. അത് കൂളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും അതിൽ ഒരു ലെവലേശം ഒരു ഞാൻ ചെയ്തു പോയല്ലോ എന്ന തെറ്റ് ഒരു വിഷമം തോന്നാതിരിക്കുകയും ചെയ്യലാണ് പുത്തൻവാദത്തിന്റെ ലക്ഷണം. അതേ സ്ഥാനത്ത് മുഅ്മിനീങ്ങൾ, തെറ്റുകാരായ മുഅ്മിനീങ്ങൾ, എന്നെ പോലെയുള്ള നമ്മളിൽ പലരെപ്പോലെയുമുള്ള മുഅ്മിനീങ്ങൾ ചെയ്തു പോകുന്ന തെറ്റുകൾ, ചിലപ്പോ ഒരുപക്ഷെ ഒരാളെ ചീത്ത പറഞ്ഞു പോയാൽ അയാളോട് പൊരുത്തപ്പെടിക്കാൻ നമുക്ക് മനസ്സിൽ തോന്നും. അയാളോട് പറയും സോറി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശേഷ ദിവസം വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയും. അതുപോലെ എന്തെങ്കിലും തെറ്റ് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തെങ്കിലും ചെയ്തു പോയാൽ നമുക്ക് തൗബ വരും. അതുപോലെ നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തു പോയാൽ അല്ലെങ്കിൽ വലിയ തെറ്റ് ചെയ്തു പോയാൽ തന്നെ നമ്മൾക്ക് തൗബ വരും. കാരണം നമ്മൾ അത് ശരിയാണെന്ന് കരുതി ചെയ്യുന്നവരല്ല. പക്ഷേ ഇവർക്ക് ഒരിക്കലും തൗബ വരാത്ത രൂപത്തിലാണ് തെറ്റുകളൊക്കെ ചെയ്യുക. അതുകൊണ്ട് പുത്തൻവാദിയാവുക എന്ന് പറഞ്ഞാൽ അല്ലാഹ് നഷ്ടപ്പെട്ടു പോകലാണ്. അത് മഹറൂമിങ്ങളാണ്, അത് തടയപ്പെട്ടവരാണ്, നന്മ നഷ്ടപ്പെട്ടു പോകുന്നവരാണ്. അതുകൊണ്ട് അല്ലാഹു അതിനെ തൊട്ട് നമ്മൾ എല്ലാവരെയും കാക്കട്ടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും ദുആ ചെയ്യുകയാണ്. കാരണം അതിന്റെ ഗൗരവം നമ്മൾ ആലോചിച്ചാൽ വളരെ വലുതാണ്. എന്തൊക്കെയാണ് പറയുക, എന്തൊക്കെയാണ് ചെയ്യുക. ചിലപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി മോശമായിട്ട് പറയും. അത് ചില ഇവരുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ കണ്ടാൽ തലചുറ്റി വീണുപോകും. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുമ്പോൾ ചില മൗലവിമാർ ആയത്ത് തോന്നും. ഈ ചില ആയത്തുകളിൽ പറയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഓ നബിയെ അവിടുന്ന് ശിർക്ക് ചെയ്താലും എന്താണ് അവിടുത്തെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്നൊക്കെ രൂപത്തിൽ നമുക്ക് താക്കീതായിട്ട് മുത്തുനബിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ആയത്തിന്റെ ഒക്കെ അർത്ഥം അവർ പറയുന്നത് കേട്ടാൽ, നീ എന്നൊക്കെ പറഞ്ഞ അർത്ഥം പറയുന്നത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതുകൊണ്ട് അദബ് എന്നുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാന പാഠം അതിൽ നഷ്ടം വന്നു പോയിട്ടല്ലാതെ ഒരു പുത്തൻവാദിയെയും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ പുത്തൻവാദികളുടെ അടിസ്ഥാന സ്വഭാവം അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാൻ കഴിയാതായി പോക്കാണ്. അതാണ് ഏറ്റവും വലിയ നഷ്ടം. ഏറ്റവും വലിയ നഷ്ടം അതാണ്. ഈ രക്ഷയില്ലാത്ത നഷ്ടം അതാണ്. അതുകൊണ്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. അവർ ചെയ്യുന്ന വലിയ 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 ഗൗരവമുള്ള തെറ്റുകൾ ചെയ്യുമ്പോൾ അവർക്കതൊക്കെ വലിയ നല്ല പ്രവർത്തനമായി തോന്നും. അതിനുവേണ്ടി അവർ ദിവസങ്ങളോളം അധ്വാനിക്കും, പോസ്റ്ററൊട്ടിക്കും. അവരതൊക്കെ വലിയ നല്ല കാര്യങ്ങളാണെന്ന് കരുതിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് തൗബ വരൂല. അതാണ് ഞാൻ പറഞ്ഞ ആയത്തിന്റെ ഒരു ഏകദേശ ആശയം എന്ന് പറഞ്ഞ് എനിക്ക് അപ്പോൾ അത് ക്ലിയർ ആക്കി പറഞ്ഞിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ മൈക്കെടുത്തത്. എല്ലാവരും ദുആ ചെയ്യണം. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. ഇവിടെ 12 മണിയായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.